ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഫെങ് ഷുയി. ഫെങ് ഷുയി സംബന്ധമായ ചൈനീസ് വാസ്തുവിദ്യ സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകാനുള്ളത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു കലണ്ടർ, ഫെങ് ഷുയി കലണ്ടർ പ്രകാരം ഓരോ ദിശകൾക്കും ഈ വർഷം വരുത്തേണ്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഫെബ്രുവരി 5 മുതൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ്. അങ്ങനെ നമ്മൾ 4 ദിശകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ ദിശകളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഒരു വീട് പണിയുമ്പോൾ അത് ഏത് പ്രായത്തിനനുസരിച്ചാണ് വീട് പണിയേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. കാര്യം നമ്മളിത് മുന്നേ ഒരു എപ്പിസോഡിൽ സംസാരിച്ചതാണെങ്കിലും പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഒന്ന് വിശദമാക്കാമോ? ഓക്കെ, നമ്മളിപ്പോൾ ഫ്ലൈങ് സ്റ്റാർ ഫെങ് ഷുയി അനുസരിച്ച് നമുക്കൊന്നും കൂടെ അന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. സാറിന് അങ്ങനെയാണല്ലോ, കാണുന്നവർക്കൊന്നും മനസ്സിലാവാൻ വേണ്ടി. നമ്മൾ ഫ്ലൈങ് സ്റ്റാർ അനുസരിച്ച് ഫെബ്രുവരി 5 തീയതിയാണ് അതിൻ്റെ ഇത് മാറുന്നത്. അപ്പം സൗത്ത് ഡയറക്ഷനിലുള്ള വീടുകൾക്ക് മോശമായിട്ടുള്ളൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ദോഷം മാറുവാൻ വേണ്ടി നമുക്കവിടെ പ്ലാൻസ് ഉപയോഗിക്കാം. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലുള്ള ആൾക്കാർക്കും ഇതേപോലെയാണ് പ്രോബ്ലം. അതിന് ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ വെസ്റ്റ് ഡയറക്ഷനിലുള്ള കുട്ടികൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് 3 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻസാണ് നിൽക്കുന്നത്. അതിന് നമുക്ക് വിൻഡ് ചൈംസ് ഉപയോഗിക്കാം. അതിനുപരിയായിട്ട് നോർത്ത് വെസ്റ്റ്, ഗ്രഹനാഥൻ്റെ ഒരു തട്ടം നോർത്ത് വെസ്റ്റ്. നമ്മൾ നോർത്ത് വെസ്റ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഇത് സംസാരിച്ചത്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് ഗ്രഹനാഥൻ. ആ ഗ്രഹനാഥന് സൂട്ടബിളായിട്ടുള്ള രീതിയിലായിരിക്കണം നോർത്ത് വെസ്റ്റ് ഭാഗം. അപ്പോൾ അവിടെ ഇപ്രാവശ്യം നിൽക്കുന്നത് 2 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻസാണ് അവിടെ നിൽക്കുന്നത്. ഒത്തിരി നമുക്ക് എന്താ പറയുക, അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ, ഇറങ്ങിപ്പോകുന്ന ഗ്രഹനാഥൻ അസുഖങ്ങളൊക്കെ ഉണ്ടാകുവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ആ ഒരു ഇതിന് നമുക്ക് അതിൻ്റെ റെമഡി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 6 റാഡിൻ്റെ വിൻഡ് ചൈംസ് നമുക്ക് അവിടെ ഉപയോഗിക്കാം. പിന്നെ ക്രിസ്റ്റൽസ് ഒന്നും ആ ഭാഗത്ത് പ്രാവശ്യം ഉപയോഗിക്കാൻ പാടില്ല. പല ആൾക്കാർക്കും ക്രിസ്റ്റൽ ബൗളിലൊക്കെ കോയിൻ ഇട്ട് വയ്ക്കാൻ പറയാറുണ്ട്. ചൈനീസ് കോയിനും സാധാ കോയിനും ആ ഭാഗത്ത് വയ്ക്കാൻ പറയും. ഇപ്രാവശ്യം ക്രിസ്റ്റൽ ബൗൾ അത് മാറ്റണം. വല്ല സ്റ്റീലോ അല്ലെങ്കിൽ മെറ്റലുള്ള ഏതെങ്കിലും ബൗൾ ഉപയോഗിക്കുക. ക്രിസ്റ്റൽസൊക്കെ കഴിയുന്നതും ആ ഭാഗത്തുനിന്ന്, അതായത് നോർത്ത് വെസ്റ്റ് ഭാഗത്തുനിന്ന് ക്രിസ്റ്റൽസൊക്കെ ഇപ്പോൾ ആവശ്യം അവോയ്ഡ് ചെയ്യുക. അത്രയാണ് നമ്മൾ. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ പ്രായത്തെക്കുറിച്ച് പറഞ്ഞതും. അത് പറയാൻ തന്നെ കാരണം എന്താണ് ഈ പോസിറ്റീവ്, എല്ലായിടത്തും നെഗറ്റീവാണോ എന്ന് ചോദിച്ചിരുന്നു. അതേപോലെ തന്നെ നമുക്ക് പുതിയതായിട്ടൊരു വീട് നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ചാണ്. പുതിയതായിട്ടൊരു വീട് വയ്ക്കുമ്പോൾ നമ്മളതനുസരിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് കറക്റ്റ് ചെയ്യുന്നത്? ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വീടിന് 5 പ്രായമുണ്ട്. ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം. അങ്ങനെ 5. ഒരു മനുഷ്യൻ്റെ അവസ്ഥ പോലെയാണ്. അപ്പം നമ്മുടെ അതേ അവസ്ഥയാണ് അതിനകത്തും വരുന്നത്. അപ്പം ബാല്യാവസ്ഥയിലുള്ള വീടുകൾ കഴിയുന്നതും ആൾക്കാർ പൊതുവേ എടുക്കാറില്ല. യൗവനം അല്ലെങ്കിൽ കൗമാരം, ഈ അവസ്ഥയിലുള്ള വീട്. കാരണം അതിൽ കയറുമ്പോൾ തന്നെ നമുക്കൊന്ന് ആക്റ്റീവ് ആകുവാൻ വേണ്ടി. വാർദ്ധക്യമോ ആണെങ്കിൽ കൂടിയാലൊരു 20 വർഷമോ 25 വർഷം ആ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ. മരണമാണെങ്കിൽ 2-3 വർഷം ആ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് മാറേണ്ടി വരും. ഈ മരണാവസ്ഥയിലായ വീടുകളൊക്കെ ആരെങ്കിലും വയ്ക്കുന്നുണ്ടാവും? അത് ശരിക്കും പറഞ്ഞാൽ ആരും ഇഷ്ടപ്പെട്ടത് വയ്ക്കുന്നതല്ല. ഇപ്പോൾ ഒരു പ്ലാൻ, ഇപ്പം ഞാൻ തന്നെ ഒരു പ്ലാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് യൗവനാവസ്ഥയോ അല്ലെങ്കിൽ കൗമാരാവസ്ഥയിലുള്ള വീട് പ്ലാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തു. അതിൽ ഇന്ന രീതിയിലൊക്കെ വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ പണി ചെയ്യുന്ന ആൾക്കാർ നമുക്കിട്ട് പണിയും. അതാണ് ഈ ബാല്യത്തിൽ നിന്ന് അല്ലെങ്കിൽ യൗവനത്തിൽ നിന്ന് മരണമാവുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യുന്ന ഫേവറാണത്. അവരറിയുന്നില്ല ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പം വീടിന് നമുക്കൊരു എന്താ പറയുക, ഒരു 1210 സ്ക്വയർ ഫീറ്റ് വീടെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മളത് സൗകര്യപ്രദമായിട്ട് എല്ലാ കാര്യവും വീടിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് കൗമാരമാണ്. ഇൻസൈഡ് നമ്മൾ ഫെങ് ഷുയി മുഖേനയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു എന്ന് വെച്ചോളൂ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു സ്റ്റെയർ അല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ള ഒരു സ്റ്റെയർ നമുക്ക് എക്സ്ട്രാ കൊടുക്കാം. അതിന് ഇത്രയും കൂടെ 1 ഇഞ്ചും കൂടെ നമുക്കൊന്ന് മാറ്റിയാലോ ഒത്തിരി നമുക്ക് മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ, ഇത്രയല്ലോ 1 ഇഞ്ചോ 2 ഇഞ്ചോ അല്ലോ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം പിന്നെ വീടിനൊന്നും വലിയ പ്രോബ്ലം വരില്ല. ചില കണക്കനുസരിച്ച് ഈ ബേസ്മെൻറ്റിൽ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ മാറുമ്പോൾ അതിൻ്റെ ഏജ് അവിടെ നിന്ന് മാറും. അതിനൊരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്നുണ്ടല്ലേ? പിന്നെ കൗമാരത്തിൽ നിന്ന് മരണത്തിലോട്ടോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലോട്ടോ മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അതുകൊണ്ട് നമ്മൾ ആ ബേസ്മെൻറ്റിൻ്റെ അളവ് കൃത്യമായിട്ട് നമ്മൾ ആ രീതി അനുസരിച്ച് മാത്രമേ ഒരു രീതിയിലും അത് തള്ളുവരാൻ പാടില്ല. അത് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പണി ചെയ്യുന്ന മേസ്തിരിമാർ നമുക്ക് തന്ന പണിയാണത്. അപ്പം അങ്ങനെ വളരെ ശ്രദ്ധിച്ചത് കൈകാര്യം ചെയ്യണം. അപ്പം പറഞ്ഞു വന്നത്, നമ്മളെപ്പോഴും പ്ലാൻ എടുക്കുമ്പോൾ കൗമാരോ അല്ലെങ്കിൽ യൗവനോ ആയിരിക്കും എടുക്കാറ്. അത് വീടിൻ്റെ ഔട്ട്ലൈൻ ഇത്ര മീറ്റർ സ്ക്വയർ ആയിരിക്കണം വീട്.
അത് ഇന്ത്യൻ വാസ്തു അനുസരിച്ച്. 2, വീടിൻ്റെ എത്ര ഡിഗ്രി ആംഗിൾ ആയിരിക്കണം വീട്. ഇതിന് പല എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈസ്റ്റ് ഡയറക്ഷൻ തന്നെ വരുമ്പോൾ ഈസ്റ്റിൽ 3 എണ്ണം ഉണ്ട്. ഈസ്റ്റ് 1, 2, 3. അതിൽ 1 പോസിറ്റീവ്, 2, 3 നെഗറ്റീവ്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഈസ്റ്റ് 1 ഡയറക്ഷനിൽ വരണം. അതായത് 75 to 85 ഡിഗ്രി. അത് നമുക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആ കറക്റ്റായിട്ട് നമ്മുടെ എനർജി ഉള്ളിലോട്ട് വരുന്നത്. അങ്ങനെ കടന്നു വരുമ്പോൾ ഏതൊക്കെ റൂമിൽ പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്, ഏതൊക്കെ റൂമിൽ നെഗറ്റീവ് എനർജി കിട്ടുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് വീണ്ടും പറഞ്ഞാൽ ഗ്രഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാൽ നോക്കുന്നത്. അപ്പം പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം അവരുടെ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കിച്ചൺ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലിവിങ് റൂം സെറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം ഡൈനിങ് ലിവിങ് ഒക്കെ വരുന്നത് കാരണം കൂടുതൽ സമയം യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ആ ഭാഗത്തായിരിക്കണം. നെഗറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് ഒന്നുകിൽ ടോയ്ലറ്റ്, അല്ലെങ്കിൽ സ്റ്റോർ റൂം, അല്ലെങ്കിൽ എന്താ പറയുക വേറെ റൂമുകളൊന്നുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഗസ്റ്റ് റൂമൊക്കെ ആണെങ്കിൽ 1 ദിവസം 2 ദിവസമൊക്കെ ആരെങ്കിലും വന്ന് താമസിച്ച് പോകുന്ന അങ്ങനെയുള്ള റൂമൊക്കെ നമുക്ക് ആ ഭാഗത്ത് അനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കും. അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്ന വീടുകളിൽ നമ്മൾ താമസിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എഫക്റ്റ് ഉണ്ടാകും. അത് ഈ ഇയർലി ചേഞ്ചിങ്. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞു ഫെബ്രുവരി 5 മുതൽ വരുന്ന ഫെബ്രുവരി 16 വരെ മറ്റോ ആണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ ആ ടൈമിൽ വരുന്ന മാറ്റം ചെറിയ ചെറിയ ചേഞ്ചിങ് മാത്രം ചെയ്താൽ മതി. നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഇന്ന പോസിറ്റീവ് എനർജി ഫുള്ള് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അല്പം ചെറിയ ഇപ്പോൾ ഓരോരുത്തർ വിളിച്ചു പറയാറുണ്ട്, ഇന്നടത്തിരിക്കുന്ന ഇന്ന ബൗളെടുത്ത് ഇന്ന ഭാഗത്തോട്ട് വെച്ചാൽ മാത്രം മതി, അല്ലെ ഇന്നടത്ത് തൂക്കിക്കുന്ന ഇന്ന വെഞ്ചയും ഇന്ന ഭാഗത്തോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മാത്രം മതി, നിങ്ങളുടെ ഈ വർഷത്തെ കറക്ഷനായി കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞ നെഗറ്റീവും പോസിറ്റീവും അതിനകത്തുണ്ട്. അപ്പം നമ്മൾ സൗത്ത് മുതൽ പറഞ്ഞ് സൗത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് വെസ്റ്റ് ഇത്രയും ഭാഗങ്ങളിൽ നിൽക്കുന്ന സ്റ്റാറുകൾ നെഗറ്റീവ് സ്റ്റാറുകളാണ്. അതുകൊണ്ട് 4 സ്റ്റാർ നെഗറ്റീവ് സ്റ്റാറുകളാണ്. അടുത്ത വരേണ്ട ഭാഗം നോർത്താണ്, അവിടെ പോസിറ്റീവ് സ്റ്റാറാണ്. 6 എന്ന് പറഞ്ഞാൽ ഈശ്വരാധീനം ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അപ്പം തൊഴിൽപരമായിട്ടൊക്കെ ആ നോർത്ത് ഡയറക്ഷനിലോട്ട് താമസിക്കുന്ന വീട്ടിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ വീട്ടിൽ ജോലിപരമായിട്ടൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ആ നോർത്ത് ഭാഗത്തുള്ള ബെഡ്റൂം നമുക്ക് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ്. എന്ന് പറഞ്ഞാൽ നോർത്തിലോട്ട് തലവെച്ച് കിടക്കാനല്ല പറഞ്ഞത്. ഒരിക്കലും നമുക്ക് നോർത്തിലോട്ട് തലവെച്ച് കിടക്കാൻ പാടില്ല. അങ്ങനെ കിടക്കുന്നെങ്കിൽ നമുക്ക് ഒത്തിരി തലവേദന ഒത്തിരി ഉണ്ടാവും. നോർത്തിലേക്ക് ഒരിക്കലും നോർത്തിലോട്ട് തലവെച്ച് കിടക്കാൻ പാടില്ല. കാരണം ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു, സൗത്തിലോട്ട് തലവെച്ച് കിടക്കാൻ ബെറ്ററാണ്. കാരണം ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് ഉണ്ടാവും. നോർത്തിലോട്ട് തലവെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ശരീരത്തിൽ നമുക്ക് അയണിൻ്റെ കണ്ടന്റ് ഉണ്ടല്ലോ, ഒരു മാഗ്നറ്റിക് വയ്ക്കുമ്പോൾ എന്താ മാഗ്നറ്റിക് എഫക്റ്റ് ഉള്ളപ്പോൾ എന്ത് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ അത് ബാധിക്കും. നോർത്തിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ ക്ലോട്ട് തലയിൽ വന്ന് നിൽക്കുന്ന അവസരത്തിലാണ് ഒത്തിരി തലവേദനയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നോർത്തിലോട്ട് തലവെച്ച് കിടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അത് ഇങ്ങനെ ഈ വർഷം മാറുന്നതിനനുസരിച്ചോ അതോ നോർത്തിലേക്ക് തലവെച്ച് കിടക്കാൻ പാടില്ല പൊതുവേ. ഇതിൽ അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇന്ത്യൻ വാസ്തു അനുസരിച്ചും എല്ലാം സയൻസ് തെളിയിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഈ ഞാൻ പറഞ്ഞ നോർത്ത് ഭാഗത്തുള്ള ബെഡ്റൂം ഉപയോഗിക്കാം. അല്ലെങ്കിൽ നോർത്ത് ഡയറക്ഷനിൽ വീട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടെങ്കിൽ പ്രാവശ്യം അത് മാറിക്കിട്ടും. ഏറ്റവും നല്ല രീതിയിലൊരു ബൂസ്റ്റിങ് നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നോർത്ത് ഭാഗത്ത് 6 ആണ് ഇപ്പം വന്നിട്ടുള്ളത്. 6 എന്ന് പറഞ്ഞാൽ പവർഫുൾ ഇതാണ്. ആ എനർജി ഒന്നും കൂടെ വേണമെങ്കിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കവിടെ വെൻ ചൈംസൊക്കെ നമുക്ക് തൂക്കിയിടാം. നോർത്ത് ഡയറക്ഷനിലുള്ള വീടുകളിൽ മറ്റേ ഈ ഇതുണ്ടല്ലോ കുതിര ലാടം, പല വീടുകളിലും കുതിര ലാടം വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈസ്റ്റിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗത്ത് ഇപ്രാവശ്യം അത് നോർത്ത് ഡയറക്ഷനിലുള്ള വീടുകളാണെങ്കിൽ കുതിര ലാടം നമുക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. കൂടാതെ ഒത്തിരി ഈ കോയിൻസൊക്കെ ഉണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ബൂസ്റ്റിംഗ് ഉണ്ടാവും. നോർത്ത് ഡയറക്ഷനിലുള്ള വീട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ ഇപ്പം വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റാണ് കിട്ടുന്നത്. തൊഴിൽ തടസ്സവും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവും. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോട്ട് ചെയ്തിട്ട് വിളിക്കുക. വിശദമായിട്ട് നോക്കിയിട്ട് മറുപടി തരാം. ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ വെഞ്ഞാറമൂട് ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രം ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവും. നമസ്കാരം.